പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണെന്ന് ഭാരതം. സുരക്ഷയ്ക്കും സമാധാനം ഉറപ്പാക്കുന്നതിനും സാധ്യതകൾ ആലോചിച്ചു. വെടിനിർത്തൽ സ്വാഗതാർഹമാണ്. ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. സമാധാനത്തിനു വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പശ്ചിമേഷ്യ വിഷയത്തിൽ ഭാരതം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വെടിനിർത്തൽ സ്വാഗതാർഹം എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണ് എന്നും ഭാരതം വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെ കാണാം? തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സ്വാഗതം ചെയ്യുന്നു. ആ വെടിനിർത്തൽ കരാറിനെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഭാരതം വ്യക്തമാക്കിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ മേഖലയിൽ പൂർണ്ണ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാരതം നേതൃത്വം നൽകും. എല്ലാ രാജ്യങ്ങളും, ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളും സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനമാണ് ഭാരതം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള ആണവ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അക്രമം, ഒപ്പം ഖത്തറിലുണ്ടായിട്ടുള്ള ഇറാൻ നടത്തിയിട്ടുള്ള അക്രമം, അത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ഭാരതം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ പൂർണ്ണമായ സമാധാനം ഉറപ്പാക്കണം. അതുകൊണ്ടാണ് നിലവിൽ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യം ചെയ്യുന്നത്. ഇനി രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളാണെങ്കിലും സമാധാന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ വേണം, രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ, അത്തരത്തിൽ പൂർണ്ണ സമാധാനം ഉറപ്പാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളത് ആലോചിച്ചു വരികയാണ്. എല്ലാ രാജ്യങ്ങളും സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനമാണ് ഭാരതം നടത്തിയിട്ടുള്ളത്. ഇന്ന് ലോക രാജ്യങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ ആഹ്വാനം ചെയ്യാൻ കഴിവുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ഭാരതം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അമേരിക്കയ്ക്കും ചൈനയും ആ രണ്ട് അച്ചുതണ്ടുകൾക്കപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ നിലപാടുകൾ കേൾക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ഇറാനും ഇസ്രായേലും ഖത്തറും പോലുള്ള രാജ്യങ്ങൾ, ഇത്തരത്തിൽ പരസ്പരം പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഒരുപോലെ തയ്യാറാകുന്ന ഒരു ലോക രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഇടപെടലുകളെ എല്ലാ രാജ്യങ്ങളും സ്വാഗതം ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായപ്പോഴും ഇരു രാജ്യങ്ങളുമായി സംസാരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളോടും സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ ഭീകരവാദ ശക്തികളുമായി പ്രശ്നമുണ്ടായപ്പോൾ പാകിസ്ഥാൻ എന്ന അയൽ രാജ്യവുമായി നേരിട്ട് യുദ്ധം ചെയ്യാതെ അവിടുത്തെ ഭീകരവാദികൾക്ക് മറുപടി നൽകിക്കൊണ്ട് അതിർത്തിയിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യവുമായി സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ ഇന്ന് ഏറ്റവും കരുത്തുള്ള രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നിലവിൽ വെടിനിർത്തൽ കരാറിന് ആ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും പശ്ചിമേഷ്യൻ മേഖലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും അതിനെ മുൻപോട്ട് നയിക്കാൻ ഭാരതമുണ്ടാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.